ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു വ്ളോഗായിട്ട് വന്നത്. ലാസ്റ്റ് നമ്മൾ റമദാനിൽ ഒരു വ്ളോഗായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്സ് ഇടയ്ക്കിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായി. അപ്പോൾ ഇത് നമ്മുടെ ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാളാന്ന് അറിഞ്ഞ് ആ ദിവസം, അതായത് തലേന്ന് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കമ്പിത്തിരി കാര്യങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ വാങ്ങിക്കാറും ഉപയോഗിക്കാറൊന്നുമില്ല. ഇക്ക ഉണ്ടായിരുന്ന ഒരു വർഷത്തിൽ അങ്ങനെ വാങ്ങിച്ച് കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ഇക്ക ഇപ്പോൾ അങ്ങനെ സൗദിക്ക് പോയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ചെറിയ പെരുന്നാളാണ് കേട്ടോ നമ്മുടെ. പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വാങ്ങിക്കണതും പിള്ളേർക്ക് കത്തിക്കാൻ വേണ്ടി കൊടുക്കണതൊക്കെ. കാരണം അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് കടയിൽ പോയ സമയത്ത് പെരുന്നാളാന്ന് അറിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ പോകണമല്ലോ എന്തായാലും. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടിന് ഞാൻ മമ്മൂനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കടയിൽ പോയപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കമ്പിത്തിരി കാര്യങ്ങളൊക്കെ വെച്ച് കത്തിങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ വാങ്ങാമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ അതൊക്കെ ഒന്ന് കത്തിച്ചൊന്ന് പെരുന്നാളൊക്കെ ആഘോഷിച്ചു. പിന്നെ ഞാൻ ഐഷുവിന് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ സിമ്പിളായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, എന്നാലും അറിയാവുന്ന പോലെ തട്ടിക്കൂട്ടി ഫോട്ടോയൊക്കെ നോക്കിയിട്ട് പിൻട്രസ്റ്റൊക്കെ നോക്കി ഇട്ട് കൊടുത്തു. അങ്ങനെ തലേന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊരു കേക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പത്തിന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയല്ല, ഞാൻ എപ്പോഴും പറയും പോലെ പൊടിമാവൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇറച്ചിയും തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ അപ്പവും ചുട്ട് കറിയും താളിച്ചാൽ മതിയല്ലോ, വലിയ പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു വെച്ചു. പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് നെയ്ച്ചോറിനും നെയ്ച്ചോറിനും കറിക്കൊക്കെ ഉള്ള സവാള എല്ലാം ഉമ്മ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി മാത്രം കുറച്ച് ഞാൻ കുക്കറിൽ ഉണ്ടാക്കി വെച്ചു. പിന്നെ ബാക്കി ഉച്ചക്കത്തേക്കൊക്കെ ഉള്ളത് പിന്നെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ചൂടിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു, വളരെ കുറച്ച് സമയം നമ്മൾ അരച്ച് വെച്ചാൽ പോലും നന്നായിട്ട് പുളിച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാലോ മൊത്തത്തിൽ. അങ്ങനെ അപ്പോൾ നമ്മളത് ചൂടാൻ വേണ്ടി പാനൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അടുപ്പിൽ കറിയും താളിച്ച് ഒഴിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല രാവിലെ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്കും അപ്പച്ചിക്കും 3-4 അപ്പവും കറിയൊക്കെ കൊണ്ട് കൊടുക്കണം. കാരണം അവരൊറ്റയ്ക്കുള്ളവർ എല്ലാ പ്രാവശ്യവും വീട്ടിലേക്ക് വന്നതാണ് പെരുന്നാളിന്. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്കൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ട് തന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറ് അമ്മച്ചിയും കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ എണിച്ച് എല്ലാം റെഡിയാക്കണത്. കാരണം നമുക്ക് ചെറിയ പണിയുള്ളൂ, അപ്പം ചുട്ടാൽ മതി, കറി താളിച്ചാൽ മതി, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. തലേന്ന് നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്, എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞിട്ട്. പിന്നെ രാവിലെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നേരത്തെ എണിച്ച് അതൊക്കെ റെഡിയാക്കി. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള അപ്പം ആദ്യം ചുട്ട് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചുട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനെ കറിയിൽ കഷ്ണങ്ങളൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും. പിന്നെ ഞാൻ കറി എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പേരിന് ഒരു 3-4 കഷ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കത് കൊടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി പെരുന്നാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവരാഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് ക്ലിപ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വെച്ചൊരു വ്ളോഗ് ആക്കിയതാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പൈസനിട്ടെടുത്ത മൈലാഞ്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ പിള്ളേരെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ച് അവരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഐഷു മേക്കപ്പ് ചെയ്യാനൊക്കെ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അവരെയൊക്കെ റെഡിയാക്കി ഞാനും റെഡിയായി നമ്മൾ വാർക്കപ്പുറത്ത് വന്നു കേട്ടോ, ചെറിയൊരു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ വീട്ടിലുണ്ടായിരുന്നില്ല, നമ്മുടെ റിലേഷനിൽ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് അവരെ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് വന്നത്. അവൾ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ആയിരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പോസ്റ്റൊക്കെ കാണിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോസിൽ നല്ലതൊക്കെ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യണവർക്കും അതേപോലെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും ഈ ഫോട്ടോസൊക്കെ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ വീഡിയോയിൽ ആഡ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു പെരുന്നാളല്ലേ, ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അല്ലാണ്ട് വലിയ ഫോട്ടോഷൂട്ടിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് മൂന്നാമത്തെ പെരുന്നാളാണ് ഇക്ക കൂടെ ഇല്ല. അപ്പോൾ അതിൻ്റെ നല്ലൊരു കുറവുണ്ട്. എന്നാലും പെരുന്നാളല്ലേ, പിള്ളേർക്ക് പെരുന്നാളെന്നൊക്കെ പറഞ്ഞൊരു സന്തോഷമല്ലേ. നമ്മളും നമ്മുടെ ചെറുപ്പത്തിൽ പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരുന്ന
ഒരു ടൈമായിരുന്നു. അത് അവർക്ക് മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരുടെ കൂടെ കൂടണമെന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്നാലും എല്ലാ പ്രാവശ്യം ഇക്ക ഉണ്ടെങ്കിൽ പെരുന്നാളിന് ഇപ്പം അന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നായാലും എങ്ങോടെങ്കിലും ഒന്ന് കൊണ്ടുപോകും. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പോകാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മുടേതായ രീതിയിൽ പെരുന്നാൾ കളറാക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് അടിക്കണം എന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നോമ്പ് ഒരു 28 ആയ സമയത്ത് 2 പൈനാപ്പിൾ വാങ്ങിക്കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 29-നും 30-നൊക്കെ ജ്യൂസ് അടിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. 29-ന് നമ്മൾ മുന്തിരിയുടെ സ്ക്വാഷ് അടിച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത് കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് അതാണ് നമ്മൾ നോമ്പ് 29-ന് എടുത്തത്. പിന്നെ നമുക്ക് 30-ാമത്തെ നോമ്പ് ഉണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ പൈനാപ്പിൾ അങ്ങനെ ബാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അത് പെരുന്നാളിൻ്റെ അന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആദ്യം ഞാൻ കുറച്ച് ചെത്തി പിള്ളേർക്കും ഞങ്ങൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ രണ്ടാമത്തെ പൈനാപ്പിളും ചെത്തിയപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് പോഷൻ നന്നായിട്ട് കേടായിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കേടായതൊക്കെ ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചു. പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇത്താമാരും പിള്ളേരൊക്കെ വരും. അപ്പോൾ അവർക്കും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ജ്യൂസ് അടിച്ച് വെച്ചതാണ്. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് വേറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഇത്താമാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബീഫ് നമ്മൾ കറിയാക്കാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജ്യൂസൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ നമ്മൾ പെരുന്നാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വിചാരിക്കണ പോലെ ഞാൻ കേക്ക് ഉണ്ടാക്കണ ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് എൻ്റെ പിള്ളേർ എപ്പോഴും കേക്കൊക്കെ കഴിച്ച് ഇരിക്കുമെന്നാണ് മിക്കവരും തന്നെ വിചാരിക്കുന്നത്. കാരണം എൻ്റെ പിള്ളേരുടെ ഫ്രണ്ട്സ്, ഐശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും നിൻ്റെ ഉമ്മി കേക്ക് ഉണ്ടാക്കണമെന്നുണ്ട്, നിനക്ക് എപ്പോഴും കേക്ക് കഴിക്കാമെന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാത്തവർ കഴിക്കണം അത്രയും പോലും കേക്ക് എൻ്റെ പിള്ളേർ കഴിക്കണം. എൻ്റെ പിള്ളേർ ഞാനും കഴിക്കണില്ല. കാരണം മിക്കപ്പോഴും ഞാൻ വീട്ടിലെ പിള്ളേർക്ക് ആർക്കെങ്കിലും മാറി മാറി ചുമയോ പനി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ എല്ലാവരും കേക്ക് വാങ്ങണ പോലെ തന്നെ എൻ്റെ വീട്ടിൽ വർഷത്തിൽ 3 പ്രാവശ്യം, അതായത് 3 പേരുടെ ബർത്ത്ഡേക്ക് അങ്ങനെയാണ് നമ്മളും കേക്ക് വാങ്ങി കഴിക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ ചുമയും നീർക്കെട്ടൊക്കെ പേടിച്ചിട്ട് ഉണ്ടാക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്താമാരുടെ പിള്ളേർ വരുമ്പോൾ എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡ്രീം കേക്കൊക്കെ. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചതൊക്കെ കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മായും വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കും ജ്യൂസ് കൊടുത്ത് ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പയറും അതിൻ്റെ ഇടയ്ക്ക് സ്നേഹപ്രകടനത്തിന് വന്നേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജ്യൂസ് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വന്നു കേട്ടോ. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് നെയ്ച്ചോറാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പിള്ളേർക്കൊക്കെ ഇങ്ങനെ ദമ്മിട്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ് ഇഷ്ടം. പിന്നെ ഉമ്മാക്കൊന്നും അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് നെയ്ച്ചോറും വേറെ സെപ്പറേറ്റ് കറിയായിട്ട് ഉണ്ടാക്കണത്. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ദമ്മിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ അത്രയൊന്നും മെനക്കെടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ടാക്കണം തോന്നുമ്പോൾ ഇടയ്ക്ക് കുക്കറിലൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക ചോറിനുള്ള അരിയൊക്കെ കഴുകി അതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ വറുത്ത് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലോ അത് കുറച്ച് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ക്യാരറ്റാണ് ഞാൻ ആകെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ക്യാരറ്റിന് ചിലവില്ലല്ലോ. കുറച്ച് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലിടാനും നമ്മുടെ ചോറിലേക്ക് ഇടാനും വേണ്ടിയിട്ട്. അങ്ങനെ ഒരെണ്ണം ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് പകുതി നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി പകുതി സാലഡിലേക്ക് വേണ്ടിയിട്ട് മാറ്റിയും വെച്ചു കേട്ടോ. അങ്ങനെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊടുത്തിട്ട് ചോറ് അവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞേണ്ട ആരും തെറ്റിദ്ധരിക്കേണ്ട, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നാരങ്ങ പിഴണേന്ന് ഞാൻ വിചാരിക്കണം. കാരണം നമ്മൾ സ്ക്വീസറിൽ വെച്ചിട്ട് നാരങ്ങ പിഴിയുമ്പോൾ ശരിക്കും അതിൽ നിന്നുള്ള നീരൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ എടുത്ത് ഒന്നും കൂടെ കൈ കൊണ്ട് പിഴിഞ്ഞു കൊടുക്കും. പിന്നെ നമ്മുടെ ആ സ്ക്വീസറിന് നല്ല ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതിൽ നിന്ന് നീര് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെയ്ച്ചോറിന് കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ നമ്മൾ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള സവാള സെപ്പറേറ്റ് അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കി തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എല്ലാം അരിഞ്ഞ് തന്നു, ഞാനത് സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കച്ചമ്പറിനുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോപ്പർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ കുറേ വ്ളോഗിലായിട്ട് ചോപ്പർ കാണാത്തത്. എന്താ അറിയില്ല, പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോയി. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഉപയോഗത്തിൻ്റെ ആയിരിക്കാം, പെട്ടെന്ന് കേടായിപ്പോയി. അപ്പോൾ പിന്നെ നമുക്ക് കൈ കൊണ്ട് അരിഞ്ഞെടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ സവാളയൊക്കെ ഒന്ന് ഉപ്പിട്ട് തിരുമ്മി കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ വച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് തക്കാളിയും
പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്നും പ്രത്യേകം പറയാനില്ല, എല്ലാവരും കച്ചമ്പറ് ഉണ്ടാക്കും പോലെ തന്നെ. പിന്നെ ഈ തക്കാളി ഒന്നും എപ്പോഴും ഇടാറില്ല. പിന്നെ ഇതിവിടെ എല്ലാവർക്കും കഴിക്കാറുള്ളല്ലേ, ഇത്താമാരും ഇക്കാമാരും പിള്ളേരൊക്കെ വന്നതുകൊണ്ട് അവർക്കൊക്കെ അവർ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ രാത്രി ഫുഡ് കഴിക്കാനുണ്ടാകും. പക്ഷേ അവർ വന്നു കഴിയുമ്പോൾ ഞാൻ പോകും, ഞാൻ രാത്രി ഫുഡ് കഴിക്കാനുണ്ടാവില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, നാത്തൂമാർ വരാൻ വേണ്ടി നിൽക്കായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലിട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അതുവരെ അവർ വരാത്തെന്താ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ കൊതിച്ച് നിന്നാലും പക്ഷെ അവർ വന്നു കഴിയുമ്പോൾ എനിക്ക് എന്തോ പോകാൻ തോന്നൂല കേട്ടോ. ഞാൻ കുറേ നേരം അവർ പറയും നീ പൊക്കോ, വെറുതെ ഇവിടെ ഇന്ന് സമയം കളയണ എന്തിനാ, അത്തച്ചമ്മച്ചൊക്കെ നോക്കിയിരിക്കല്ലേ എന്ന്. പക്ഷേ എനിക്കെന്തോ അവരുടെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറേ നേരം അങ്ങനെ ഇരുന്ന് സന്ധ്യ ആകുമ്പോഴേക്കാട്ടോ പോണത്. നമ്മുടെ ഈ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ 6 മണി എന്തോ കഴിഞ്ഞ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ കുറേ സമയമായി പറയണം. അവർ വന്നപ്പോൾ ഒരു 3 മണി 4 മണിക്ക് ആയി തോന്നുന്നു. ഒരാൾ നേരത്തെ വന്നു, ഒരാൾ താമസിച്ചാട്ടോ വന്നത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് അത്രയും സമയമായപ്പോഴാണ് ഞാൻ പോയത്. അവർ കാര്യം പറയുമെങ്കിലും ഞാനങ്ങനെ ഇരുന്ന് പോകും. പിന്നെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഇടയ്ക്ക് റെഡി ആയതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ കറി റെഡി ആയിരുന്നത് അതൊന്ന് താളിച്ച് ഊറ്റാനിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കറിയും ഒക്കെ റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വിശന്നിട്ട് ചോറ് ചോദിച്ച് തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാം റെഡി ആയപ്പോൾ ഇത്രയും സമയമായി. പിന്നെ മെയിനായിട്ട് ഉമ്മ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ ഒരു മരണ വീട്ടിൽ പോയേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും. കാര്യം സവാള കാര്യങ്ങളൊക്കെ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത്ര സമയമായി. പിന്നെ നമ്മൾ ഇടയ്ക്ക് ജ്യൂസ് അടിക്കാനും അത് കുടിക്കാനും ഒക്കെ വേണ്ടി ഇരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാകും. പിന്നെ പിള്ളേർ വിശക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ചോറ് കൊടുത്തപ്പോൾ. അപ്പോൾ അവർക്ക് ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലോറി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നിസ്കരിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ക്രംകോട്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിള്ളേർക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് നിസ്കാരവും കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു കേക്ക്. ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അതൊരു 32ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് മോള് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മളത് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഇളയ നാത്തൂനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൂത്ത നാത്തൂനും പിള്ളേരും വന്നു. അവർ വന്നപ്പോൾ ഒരു ബോക്സ് ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു അന്ന വഴി മുമ്പത്ത് തന്നെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ തിന്നിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത്. കാരണം പൊതുവേ ഭയങ്കര ചൂടാലോ, അകത്തേക്ക് കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ വെളിയിൽ തന്നെ ഇരുന്നു. പിന്നെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രീം കേക്കിലേക്ക് ലാസ്റ്റത്തെ ലെയർ എന്ന് പറഞ്ഞാൽ കൊക്കോ പൗഡർ അത് ഞാൻ ഇട്ടിട്ടില്ല. നമ്മുടെ 4th ലെയറായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാനുള്ളത് അത് ഒഴിക്കാനുണ്ട്. അത് ഒഴിച്ച് അതും കൂടെ അവർക്ക് കൊടുക്കാമല്ലോ, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അതും വേഗം മെൽറ്റ് ചെയ്ത് അതൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ കൊക്കോ പൗഡർ ഇടാറില്ല കേട്ടോ. പൊതുവേ കൊക്കോ പൗഡറിനൊരു കയ്പ്പാണ്. പക്ഷെ നമ്മൾ ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ ഒരു 5-in-1 ടോട്ട് കേക്ക്, അതിൻ്റെ ലാസ്റ്റ് ലെയർ അതായത് 5th ലെയർ കൊക്കോ പൗഡർ ഇടണം. പക്ഷേ വീട്ടിൽ ഞാനത് ഇടാറില്ല. ലാസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത്. അതിൽ ഇളയിത്താടെ പിള്ളേർക്ക് ഒരാൾക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ബാക്കി എല്ലാവരും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിച്ചോളും. ഈ പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുത്തിപ്പൊട്ടിച്ചിരുന്ന് കഴിക്കാനായിട്ട് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒരു ബൈറ്റ് എടുത്ത് കഴിച്ചു. കാര്യം നമുക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കണ്ടതുകൊണ്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടി കഴിക്കണ കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരും കണ്ട് അവർക്കും കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്നു. പിന്നെ ഇത്താമാർക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഒരാളെടുത്ത് വായിൽ വെച്ചു. പിന്നെ അപ്പം തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നെ കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, കേക്ക് ഐസ്ക്രീം ഇതൊക്കെ എവിടെ ഉണ്ട് അവിടെ എൻ്റെ പിള്ളേരും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഞാനും കുറച്ച് കഴിച്ച്. പിന്നെ ഉമ്മാക്കും ഈ ഡ്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ കേക്കൊന്നും അങ്ങനെ കഴിക്കാറില്ലെങ്കിലും ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മാക്കും കുറച്ച് കൊടുത്ത് നമ്മളെ കൂടി അത് ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വലിയ കാര്യമായിട്ടൊന്നും എടുക്കാനുണ്ടായില്ല. അവിടെ അത്തച്ചമ്മച്ചി മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും എടുക്കാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചെന്ന് കയറുമ്പോൾ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ മറന്നുപോയി. അങ്ങനെ ഇവിടുത്തെ നമ്മൾ പെരുന്നാപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പം ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. വളരെ ചെറിയ വിശേഷമാണ്. പിന്നെ ഇതിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം എടുത്തതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇൻഷാ അള്ളാ വന്ന പെരുന്നാളിനൊക്കെ ഇക്കായും കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ നല്ല നല്ല വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.